CPM ഓഫീസിന് മുന്നിൽ ലീഗ് പ്രവർത്തകർ ആഹ്ലാദ നൃത്തം നടത്തിയതിൽ മുസ്ലിം ലീഗിനും പോലീസിനുമെതിരെ പ്രകോപന പ്രസംഗവുമായി CPM നേതാവ് PM മാർഷോ പാദ്യാഭ്യാസവുമായി മണ്ണാർക്കാട്ടെ ലീഗ് പാതിരാത്രി ഇറങ്ങിയാൽ മുഴുവൻ അഭ്യാസവും പഠിപ്പിക്കും എന്നാണ് പ്രസംഗം. മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് ഉണ്ടാകില്ല എന്നും മാർഷോ പറയുന്നു. നിങ്ങൾ ഈ പാതി അറിയുന്ന അഭ്യാസമായിട്ട് നട്ടപ്പാതിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ച ഞങ്ങൾ മുഴുവൻ അറിയുന്ന അഭ്യാസം തിരിച്ചങ്ങ് പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച മണ്ണാർക്കാട് പരിസരത്ത് മുസ്ലിം ലീഗ് അവശേഷിക്കില്ല എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മണ്ണാർക്കാട് പോലീസുകാരോട് നിങ്ങൾ അനീതിയുടെ പക്ഷത്ത് ആവർത്തിച്ച് നിലയുറപ്പിച്ചാൽ സ്വാഭാവികമായും തെങ്കരയിലെ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ച്, തെങ്കരയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ അനീതി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യമായ നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ രംഗത്തേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. ആദ്യം നിങ്ങൾ കണ്ടത് ആർഷോയുടെ കലിപ്പ്, പിന്നെ നിങ്ങൾ കണ്ടത് മണ്ണാർക്കാട്ടെ CPM ഓഫീസിന്റെ മുന്നില്, തെരഞ്ഞെടുപ്പ് ഓഫീസിന്റെ മുന്നില് ലീഗിന്റെ മക്കള് ആനന്ദ നൃത്തമാടുന്നതാണ് രണ്ടാമത് നിങ്ങൾ കണ്ടത്. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കണ്ടു അല്ലേ? അപ്പോ ഇതൊക്കെ കണ്ടാല് ആരാണെങ്കിലും കലിപ്പിലാകും. കട്ടക്കലിപ്പ് എന്ന് പറഞ്ഞ മാതിരിക്ക് കട്ടക്കലിപ്പാകും. ആരാണെങ്കിലും അസ്വസ്ഥതയാവും. കാരണം സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ടും വെച്ചിട്ട് ഇങ്ങനെ ലീഗിന്റെ പൊടിയും പിടിച്ച് തുള്ളി ആർക്കാ ദേഷ്യം വരാതിരിക്കുക? അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന ഡിസംബർ 13 കഴിഞ്ഞതിൽ പിന്നെ സഖാക്കള് വലിയ ഒരു വിഷമത്തിലും ബുദ്ധിമുട്ടിലാണുള്ളത്. കാരണം ഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, കോട്ടകളൊക്കെ തകർന്നു, കോട്ടകളിൽ വിള്ളൽ വീണു. 20, 25, 30 വർഷമായി ഈ പറയുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങള് പാർട്ടി ആഫീസുകളാക്കി മാറ്റിയ സഖാക്കള്, അങ്ങനത്തെ പാർട്ടി ആഫീസുകളാക്കി മാറ്റിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ പുതിയ ബോർഡ് വെച്ചിട്ടുണ്ട്. എന്താ ബോർഡ്? സഖാക്കൾക്ക് പ്രവേശനമില്ല. അങ്ങനെ എല്ലാം കൊണ്ടും സഹികെട്ട് അനുഭവിച്ച് ദുരിതമനുഭവിച്ച് നാണക്കേട് മാനക്കേട് ഒന്നും പറയണ്ട എല്ലാ അർത്ഥത്തിലും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായിരിക്കുന്ന സഖാക്കളുടെ മുന്നിൽ പോയിട്ട്, അതും പാർട്ടി ആഫീസിന്റെ മുന്നിൽ പോയിട്ട് സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന് പാട്ട് വെച്ച് തുള്ളിയാല് ആർഷോക്ക് പിന്നെ കലിപ്പല്ലാണ്ട് വരാനുണ്ടാവോ? അപ്പോ ആർഷോ വലിയ രോഷത്തിലാണ്, രോഷാകുലനാണ്, ദേഷ്യമാണ്, അസ്വസ്ഥതയാണ്, അസഹിഷ്ണുതയാണ്. എല്ലാ അർത്ഥത്തിലും ആർഷോ തകർന്നിരിക്കുക. അപ്പൊ ആർഷോ എന്ത് ചെയ്ത്? ലീഗുകാരെ ഓർത്തോ, ഞങ്ങളോട് കളിച്ചാ തലയുണ്ടാവൂല. ആരാ പറയുന്നേ? ആർഷോയാ പറയുന്നത്. ലീഗുകാരെല്ലാം പേടിച്ചു. ആർഷോ മൂക്കിൽ വലിച്ചപ്പോ ലീഗുകാരെല്ലാം പേടിച്ചു പോയി. ഇനി ഞങ്ങൾ തുള്ളൂല ആർഷോ, ഞങ്ങൾ ഇനി തുള്ളൂല കേട്ടോ, സോറി കേട്ടോ, സോറിയാ. ഏതാടാ ഇവൻ ഏതാണ്? ലീഗുകാരെ ഭയപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് ആർഷോ കരുതുന്നുണ്ടാ? എടാ ആർഷോ മനസ്സിലായില്ലേ? നിന്റെ ആ പേടിപ്പിക്കലൊക്കെ പാവം AISFന്റെയും മറ്റേ അതേപോലെ CPIക്കാരുടെ നെഞ്ചത്തൊക്കെ മതി. മനസ്സിലായില്ലേ? ആർഷോ ലീഗുകാരെ ഭയപ്പെടുത്താൻ മാത്രം ആർഷോ വളർന്നിട്ടില്ല. അതിന്റെ കാരണം എന്ന് പറയുന്നത് നീ വെറും സഖാവാണ്.
ലീഗുകാരന്റെ പോരാട്ട വീര്യത്തിനെയും അവന്റെ മനോവീര്യത്തെയും ചോദ്യം ചെയ്യാൻ സഖാക്കൾ ഇനിയും 10 ജന്മമെടുത്താലും സാധിക്കില്ല. അത് ആർഷോ മനസ്സിലാക്കുന്നത് നല്ലതാ, ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും മനസ്സിലാക്കുന്നത് നല്ലതാ. അത്ര ഈ കാര്യത്തിൽ പറയാനുള്ളൂ. നിങ്ങള് സംഭവം ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ വല്ലാത്ത അസ്വസ്ഥതയിലാണ്. കാരണം ജനം കാർക്കിച്ചു തുപ്പി നിങ്ങളുടെ മുഖത്ത്. നിങ്ങൾ 20, 25, 30 കൊല്ലം കോട്ടകളാക്കി അടക്കി ഭരിച്ച എല്ലാം നിങ്ങളുടെ കൈകളിൽ നിന്ന് പോയി. അങ്ങനെ എല്ലാം കൊണ്ടും അസ്വസ്ഥരായി നിൽക്കുമ്പോൾ നിങ്ങളുടെ മുന്നിൽ പാട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും, ശരിയാ. എന്ന് കരുതിയിട്ട് മൂക്കിൽ വലിക്കുന്നൊക്കെ പറഞ്ഞാല് എൻ്റെ പൊന്നു മോനെ ആർഷോ, അത് ഇച്ചിരി കൂടുതലല്ലേ? ഇത്രയൊക്കെ വേടാ, അതിന് മാത്രമൊക്കെ ആയിട്ടുണ്ടാ? മൂത്തിട്ടില്ലടോ. മമ്മൂട്ടി പറയുന്ന ഡയലോഗാ, മൂത്തിട്ടില്ല, മൂപ്പ് ഇച്ചിരി കൂടി മൂക്കാനുണ്ട്. അതാകുമ്പോ ഞങ്ങൾ ലീഗുകാർ പറയാം, മനസ്സിലായില്ലേ? അതാകുമ്പോ ഞങ്ങൾ ലീഗുകാർ പറയും, എന്നിട്ട് മോന് മൈക്ക് കെട്ടിയിട്ട് വാ ഞങ്ങളെ മൂക്കിൽ വലിക്കാൻ. മനസ്സിലായില്ലേ? മണ്ണാർക്കാട്ടെ ലീഗുകാരൊക്കെ നീ എന്താ വിചാരിച്ചത് CPI കാരനാണെന്നാ? രാജാവ് കണ്ണിലിട്ടുമ്പോഴേക്കും ഭയപ്പെടുന്ന CPI കാരനും AISFകാരനും ഒക്കെയാണ് മണ്ണാർക്കാട്ടെ ലീഗുകാരനെന്ന് നീ കരുതുന്നുണ്ടോ ആർഷോ? എന്നാ തെറ്റി മോനെ. മണ്ണാർക്കാട്ടെ ലീഗ് എടാ നിനക്ക് പാരമ്പര്യം അറിയാത്തത് കൊണ്ടാ. ആ പാരമ്പര്യം അറിഞ്ഞിരുന്നെങ്കില്, ചരിത്രം അറിഞ്ഞിരുന്നെങ്കില് നീ ഇങ്ങനൊന്നും പറയൂല. അതിന് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. ആകെ നിനക്കൊക്കെ അറിയുന്നത് എന്താണ്? എന്താ അറിയാവുന്ന കാര്യം? അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാല് ആകെ അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് ഊത്താണ്, കൊഴലൂത്ത്. രാജാവിന്റെ മുന്നില് മുട്ടിലിഴഞ്ഞിട്ട് നടത്തുന്ന കുഴലൂത്ത് മാത്രമാണ് ആർഷോക്ക് അറിയുന്നത്. അതിനപ്പുറത്തേക്ക് ആർഷോക്ക് എന്തറിയാം? അപ്പൊ ആർഷോ ഇമാതിരി വെല്ലുവിളികളൊന്നും ലീഗുകാരുടെ നെഞ്ചത്ത് വേണ്ട എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. മനസ്സിലായില്ലേ? പഠിപ്പിക്കാൻ വന്നാല് ഞങ്ങളെടുത്ത അഭ്യാസത്തിന്റെ പാതി, ആ പാതി അടുത്ത പാതി ഉണ്ട് അവിടെ കാത്തു സൂക്ഷിച്ചിട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്. അത് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പഠിപ്പിച്ചു തരും. ആർഷോ അത് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കാരണം എനിക്ക് ചിരിയാ വരുന്നേ. ഭീഷണിയെ ലീഗുകാരോടെ. എന്റെ പൊന്നു മോനെ ആർഷോ, മുക്കിന് താഴെ രോമുണ്ടെന്ന് പറഞ്ഞിട്ട് മൂപ്പായിട്ടില്ല എന്നേ ഞങ്ങൾ പറയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ ആ മൂപ്പ് ഇപ്പൊ യൂറിയം പൊട്ടാസൊക്കെ ഇട്ടാല് നമ്മുടെ വാഴക്കുലൊക്കെ വല്ലാതെ വണ്ണം വെച്ച് വലുതായി നല്ല കാഴ്ചക്ക് ഉണ്ടാവും. പക്ഷെ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാല് ഗുണം വളരെ തുച്ഛമായിരിക്കും. കാഴ്ചക്കോ മേനി നന്നായിട്ടുണ്ടാകും, അല്ലെ? അത്തരത്തിൽ ആർഷോയോട് പറയാനുള്ളത്, ശരീരം വളർന്നെന്ന് കരുതി ലീഗുകാരോട് മുട്ടാൻ മാത്രം ആർഷോ ആയിട്ടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതും മണ്ണാർക്കാട്ടെ. എന്റെ പൊന്നു മോനെ ആർഷോ, മണ്ണാർക്കാട്ടെ ലീഗുകാരുടെ ഇടയിലൊന്നും പോയി നിൽക്കല്ലട്ടാ. അപ്പോ പണി ഏത് വഴിക്കാ വരിക എന്ന് പറയാൻ കഴിയില്ല. അപ്പൊ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക്, സേഫ് ആയിരിക്കും, ബി സേഫ്, ഓക്കെ എന്ന് മാത്രമേ ആർഷോനോട് പറയുന്നുള്ളൂ. ഇത്തരത്തിലുള്ള ഒരുപാട് വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചിട്ടാണ് മറികടന്നിട്ടാണ് ഈ പ്രസ്ഥാനം ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. അപ്പോ ഇത്രയും കാലത്തെ യാത്രയില് ഈ പ്രസ്ഥാനം ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. പല വെല്ലുവിളിക്കുന്ന പല തമ്പ്രാക്കന്മാരെയും ഈ പ്രസ്ഥാനം കണ്ടിട്ടുണ്ട്. അവിടെയൊന്നും മുട്ടുമടക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഈ പാരമ്പര്യം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന്റെ തോക്കിന് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നവന്റെ പാരമ്പര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ ആ പാരമ്പര്യത്തെ തകർക്കാനൊന്നും പോന്ന ചങ്കൂറ്റം ആർഷോ നിനക്ക് ആയിട്ടില്ല. നീയൊക്കെ ഇത്തിരി പോന്ന ഡിവൈഎഫ്ഐയുടെ ക്രിമിനൽ ഗുണ്ട, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പോ മിണ്ടാതിരിക്കുന്നവര് അല്ലെങ്കിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്നവര് അവരൊക്കെ വായിൽ കൈയിട്ടാല് കടിക്കാത്തവരാണ് എന്ന് കരുതരുത്. ഇത്ര മാത്രമേ ആർഷോനോട് പറയാനുള്ളൂ. അപ്പോ മണ്ണാർക്കാട്ടെ ലീഗുകാരെ വെല്ലുവിളിച്ചിട്ട് മണ്ണാർക്കാട്ടെ ലീഗുകാരെ ബാക്കിയുള്ളത് പഠിപ്പിക്കാൻ ഇറങ്ങിയാല് മോനെ ആർഷോ തവിട് പൊടിയാകും. മനസ്സിലായില്ലേ? തവിട് പൊടി ആകും എന്ന് മാത്രമേ ആർഷോന് പറയുള്ളൂ. ആർഷോ ഇതൊക്കെ നീ കേൾക്കണോ? കാരണം ഉണ്ടല്ല, വെറുതെ ഒരു ആവേശത്തിൽ എടുത്ത് ചാടിയാല്
തിരിച്ചടികൾ പ്രതീക്ഷകൾക്ക് അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾക്ക് മുകളിൽ അതുക്കും മേലെ എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അത്തരത്തിലായിരിക്കും തിരിച്ചടികൾ ഉണ്ടാവുക. അപ്പോ അതൊക്കെ ഓർത്തും കണ്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെ വേണം പെരുമാറാനും വാതുറക്കാനും നാവ് വളക്കാനും ഒക്കെ. നമ്മൾ പല കാര്യങ്ങൾ ആലോചിക്കണമെന്ന് മാത്രമേ ആർഷോനോട് പറയാനുള്ളൂ. മനസ്സിലായില്ലേ? മണ്ണാർക്കാട്ട് എൻ ഷംസുദ്ദീൻ ഉണ്ട്. ഷംസുദ്ദീനെ കൊണ്ടൊന്നും ആ തനി സ്വരൂപം പുറത്തെടുക്കരുത്. മനസ്സിലായില്ലേ? അത് എടുപ്പിക്കാതിരുന്നാല് ആർഷോ നിനക്കാ നല്ലത്. പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് അയ്യോ മോങ്ങിയിട്ട് കാര്യം ഉണ്ടാവില്ല. കിട്ടേണ്ട പോലെ കിട്ടി കഴിഞ്ഞാലേ പിന്നെ ഇരുന്ന് മോങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാത്ത വടി കൊടുത്ത് അടി വാങ്ങുന്ന ഏർപ്പാടിന് ആർഷോ ഇറങ്ങി നടക്കരുത്. ആർഷോ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പാതി അഭ്യാസം എടുത്തിട്ടുള്ളൂ, അടുത്ത പാതി അവിടെ ഉണ്ട്. അത് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ വന്നാല് ആ പാതി അഭ്യാസം ലീഗുകാർ പുറത്തെടുക്കും. അതെടുത്ത പൊന്നുമോനെ ആർഷോ താങ്ങാനാവൂല എന്ന് മാത്രമേ ആർഷോനോട് പറയാനുള്ളൂ.